ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഹരേ കൃഷ്ണ. അപ്പൊ ഇന്ന് നമുക്ക് വളരെ പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ ഡിവോട്ടീസിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഇന്ന്. ഇന്നാണ് നമുക്ക് ഭഗവാൻ ശരിക്കും ഇവിടെ അവതാരമെടുത്ത ദിവസം, അല്ലെങ്കിൽ ജന്മാഷ്ടമി എന്ന് നമ്മൾ പറയും. അപ്പൊ നമ്മൾ ഇന്ന് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് സർവീസും കാര്യങ്ങളും പ്രോഗ്രാമും ഒക്കെ അറ്റൻഡ് ചെയ്ത് നമ്മൾ ഡിവോട്ടീസിനെ സംബന്ധിച്ച് ഇന്ന് നമ്മൾ ഫുള്ള് ബിസി ആയിട്ടുള്ള ഒരു ദിവസമാണ്. പക്ഷേ ശരിക്കും കേരളത്തിൽ മാസം എന്തോ ആണ്, അടുത്ത മാസം, അതിന്റെ അടുത്ത മാസമൊക്കെയാണ് ജന്മാഷ്ടമി ആഘോഷിക്കുന്നത്. എന്തായാലും അവരെ സംബന്ധിച്ച് ഭഗവാൻ കൃഷ്ണൻ ജനിച്ചു, ഭഗവാൻ ജസ്റ്റ് ജനിച്ചു എന്ന് മാത്രമേ അവർക്കുള്ളൂ. പക്ഷെ എന്നാലും കേരളത്തിലായാലും ബാക്കി എല്ലാ സ്ഥലങ്ങളിലായാലും അവര് ഊറിക്കേടിയൊക്കെ നടത്തിയാണ് ജന്മാഷ്ടമി ആഘോഷിക്കുക. ശരിക്കും ഭഗവാൻ ജനിച്ചോ അതോ അവതരിച്ചോ? അതായത് പലർക്കും ഉള്ള ക്വസ്റ്റ്യൻ ആണ്, ഭഗവാൻ ജനിച്ചതാണോ ശരിക്കും അവതരിച്ചതാണോ? സാധാരണ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഭഗവാൻ ജനിച്ചതാണ്. നമ്മളിപ്പോ ഒരാളോട് പോയി ചോദിക്കുകയാണ്, പുറമേ ഒരാളോട് പോയി ചോദിക്കുകയാണ്, ജന്മാഷ്ടമി എന്തിനാണ് നമ്മൾ ആഘോഷിക്കുന്നതെന്ന് ചോദിച്ചാൽ അവർ പറയും കൃഷ്ണന്റെ ജന്മദിനത്തിനാണ് നമ്മൾ ജന്മാഷ്ടമി ആഘോഷിക്കുന്നത്, ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കുന്നത് എന്ന് അവര് പറയും. അപ്പൊ ശരിക്കും ഭഗവാൻ ജനിച്ചോ? പക്ഷേ നമ്മളെ ഇസ്കോണിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഡിവോട്ടീസിനെ സംബന്ധിച്ച് ഭഗവാൻ അവതരിച്ചതാണ്. അപ്പൊ ഭഗവാൻ അവതരിച്ചതാണോ? എന്നാ ഭഗവാൻ അവതരിച്ചതാണെങ്കിലും ഭഗവാൻ ജനിച്ചതാണെങ്കിലും ആരുടെ മകനായിട്ടാണ് ഭഗവാൻ ജനിച്ചത്? ദേവകിയുടെ പുത്രനായിട്ടാണോ ജനിച്ചത്? യശോദയുടെ പുത്രനായിട്ടാണോ ജനിച്ചത്? പക്ഷെ ഇപ്പൊ ദേവകി മാതാവിന്റെ പുത്രനായിട്ടാണ് ജനിച്ചതെങ്കിൽ പിന്നെ ഭഗവാൻ എന്തുകൊണ്ട് യശോദാനന്ദൻ എന്ന് പറയുന്നു? എന്നാ യശോദാനന്ദന്റെ പുത്രനായിട്ടാണ് ജനിച്ചെങ്കിൽ, യശോദാ മാതാവിന്റെ പുത്രനായിട്ടാണ് ജനിച്ചെങ്കിൽ പിന്നെ ഭഗവാൻ എന്തിന് കാരാഗ്രഹത്തിൽ പോയി ദേവകി മാതാവിന്റെ പുത്രനാണെന്ന് പറയുന്നു? അപ്പൊ ഇങ്ങനെ ഒരുപാട് ഡൗട്ട്, ഒരുപാട് കാര്യങ്ങൾ ഭഗവാൻ ജനിക്കുന്നത് തൊട്ട് തന്നെ നമുക്ക് ഉണ്ട്. നമ്മൾ സത്യം പറഞ്ഞാൽ ഭഗവാൻ അവതരിച്ചു എന്നാണ് നമ്മൾ പറയാറ്. അതായത് ഭഗവാൻ കാരാഗ്രഹത്തിൽ അവതരിച്ചു എന്ന് നമ്മൾ പറയും. പക്ഷെ ശരിക്കും ഭഗവാൻ ഇത് രണ്ടും ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോ ഈ ഭഗവാൻ രണ്ട് കൃഷ്ണനായിട്ട്, അതായത് ദേവകി മാതാവിന്റെ പുത്രനായിട്ട് വരുന്നുണ്ട്, യശോദ മാതാവിന്റെ പുത്രനായിട്ട് വരുന്നുണ്ട്. അപ്പൊ അവിടെ രണ്ട് കൃഷ്ണനാണെങ്കിൽ ബ്രഹ്മാവ് എന്തുകൊണ്ട് പറയുന്നു എല്ലാം ഒരാളാണ് എല്ലാം എന്ന് എന്തുകൊണ്ട് ബ്രഹ്മാവ് പറയുന്നു? അങ്ങനെ ഒരുപാട് ഡൗട്ടുകൾ ഭഗവാന്റെ ജനനം തൊട്ടേ ഭഗവാന്റെ കഥ. പക്ഷെ ശരിക്കും നമ്മൾ അത് എടുക്കുന്നില്ല, നമ്മൾ ജസ്റ്റ് പോവാണ്. പക്ഷെ ശരിക്കും അതിന്റെയൊക്കെ പിന്നിൽ ഒരുപാട് ഭാഗവതത്തിൽ കൊടുത്തിട്ടുണ്ട്. ഭാഗവതി മാത്രമല്ല, നമ്മുടെ ഷഡ്ഗോസ്വാമിമാരുടെ പുസ്തകങ്ങൾ, അല്ലെങ്കിൽ അവരെഴുതിയ ബുക്കുകളിലും ഈ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് കൊടുക്കുന്നുണ്ട്. ഭാഗവതത്തില് കുന്തി മഹാറാണി പറയുന്നത് മഹാറാണിയുടെ പ്രാർത്ഥനയുടെ ആ ഒരു സ്ഥലത്ത് ഈ ക്വസ്റ്റ്യൻസിനൊക്കെ കുന്തി മഹാറാണിയും ഉത്തരം കൊടുക്കുന്നുണ്ട്. മാത്രമല്ല ജീവഗോസ്വാമിയും രൂപഗോസ്വാമിയുടെയും പുസ്തകങ്ങളിൽ ഈ കഥകൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ശരിക്കും ഭഗവാൻ ജനിക്കുന്നുണ്ട്. ഭഗവാൻ ചോദിക്കും രണ്ട് കൃഷ്ണനാണോ വരുന്നത്? അതെ, അതായത് കാരാഗ്രഹത്തില് ദേവകി മാതാവിന്റെയും വസുദേവരുടെയും പുത്രനായിട്ട് വാസുദേവ ശ്രീകൃഷ്ണൻ അവതരിക്കുന്നുണ്ട്. ഭഗവാൻ ഡയറക്റ്റ് അവതരിക്കുന്നതാണ്. കാരണം ദേവകിയുടെയും വസുദേവന്റെയും എത്രയോ വർഷത്തെ പ്രാർത്ഥന, എത്രയോ ജന്മങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് ഭഗവാൻ അവർക്ക് പുത്രനായിട്ട് അവതരിക്കുന്നത്. അപ്പൊ അവരുടെ അവര് അത്രയും പ്രാർത്ഥന, അവരുടെ അത്രയും ഭക്തി കാരണം ഭഗവാൻ പുത്രനായിട്ട് അവിടെ അവതരിക്കുന്നുണ്ട്. പക്ഷെ അവതരിക്കുന്നതിന് മുമ്പ് ഭഗവാൻ അവിടെ പ്രത്യക്ഷപ്പെടുകയും ദേവകി മാതാവിന്റെ അടുത്തും വസുദേവരുടെ അടുത്തും പറയുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ പുത്രനായിട്ട് അവതരിക്കുകയാണ്. കാരണം നിങ്ങൾക്ക് എന്നെ പുത്രനായിട്ട് വേണം എന്നൊരു ആഗ്രഹമുണ്ട്, അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ പുത്രനായിട്ട് അവതരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ അവിടെ അവതരിക്കുന്നുണ്ട്. പക്ഷെ ഭഗവാൻ എങ്ങനെയാണ് അവിടെ അവതരിക്കുന്നത്? ചതുർഭുജ രൂപത്തിൽ, ഭഗവാന്റെ ഫുൾ ഫോമില് ചതുർഭുജ രൂപത്തിൽ ഭഗവാൻ അവിടെ ആദ്യം അവതരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഭഗവാൻ ഒരു കുട്ടി, അതൊരു കുഞ്ഞു വാവയുടെ അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ ഫോം എടുക്കുന്നത്, കുട്ടിയായിട്ട് അവിടെ നിൽക്കുന്നത്, ദേവകിയുടെ പുത്രനായിട്ട് നിൽക്കുന്നത്. എന്നാൽ ഇവിടെ അപ്പൊ അതേ സമയത്ത് ഗോകുലത്തിൽ
യശോദ മാതാവിന് 2 ട്വിൻസ് ആണ് ജനിക്കുന്നത്. അതായത് ആ ട്വിൻസിൽ ഒന്ന് യോഗമാതയും 2 ശ്രീകൃഷ്ണ ഭഗവാനുമാണ്. യശോദ മാതാവിനും കൃഷ്ണ ഭഗവാൻ ജനിക്കുന്നുണ്ട്. ഒന്ന് യോഗമായാണ്, ഒന്ന് ശ്രീകൃഷ്ണ ഭഗവാൻ. അത് 2 ട്വിൻസ് ആണ് അവിടെ ജനിക്കുന്നത്. അപ്പൊ ട്വിൻസ് ജനിക്കുന്ന സമയത്ത് വാസുദേവ ശ്രീകൃഷ്ണ, അവിടെയും കൃഷ്ണനുണ്ട്, ഇവിടെയും കൃഷ്ണനുണ്ട്. അപ്പൊ ആ വാസുദേവ ശ്രീകൃഷ്ണനെ കൊണ്ടുവരാണ്, ഗോകുലത്തിലോട്ട് കൊണ്ടുവരാണ്. അപ്പൊ യശോദ മാധവ് ഇങ്ങനെ കിടക്കാണ്. യശോദ മാധവിന്റെ 2 സൈഡിലായിട്ട് ഒരു പെൺകുഞ്ഞും ഉണ്ട്, ഒരു ആൺകുഞ്ഞും ഉണ്ട്. കൃഷ്ണനും ഉണ്ട്, യോഗമായ ഉണ്ട്. രണ്ടുപേരും അവിടെ കിടക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഭഗവാൻ, അതായത് വാസുദേവര് കൃഷ്ണനെ കൊണ്ടിട്ട്, അവിടുത്തെ കൃഷ്ണനെ കൊണ്ട് ഇങ്ങ് വരുന്നുണ്ട്. ഇവിടെ വന്നിട്ട് യോഗമാതാവിനെ മാറ്റി, യോഗമാതാവിനെ അവിടെ യോഗമാതാവിനെ എടുത്തിട്ട് ഭഗവാൻ അവിടെ വെക്കുന്നുണ്ട്. അപ്പോ നമ്മൾ ഇവിടെ ആലോചിക്കണം, ചതുർഭുജത്തിൽ ഭഗവാൻ അവതരിച്ചു. ദേവകി മാതാവിന്റെ അവിടെ ചതുർഭുജത്തിൽ ഭഗവാൻ അവിടെ അവതരിച്ചു കഴിഞ്ഞിട്ട് ഭഗവാൻ അവിടെ ഒരു കുട്ടി, അത് കഴിഞ്ഞ് ആ ചതുർഭുജത്തിൽ അവതരിക്കാൻ പറ്റാത്തത് കൊണ്ട് ഭഗവാൻ അവിടെ ഒരു കുട്ടിയുടെ ഫോം എടുക്കുന്നുണ്ട്. ആ സമയത്താണ് വസുദേവര് ഭഗവാനെ എടുക്കുന്നത്. അപ്പൊ ആ അത്രയും സുപ്രീം പേഴ്സണാലിറ്റി, അതായത് നമ്മുടെ ഈ ലോകത്തെ മുഴുവൻ സംരക്ഷിക്കുന്ന ഭഗവാൻ ചതുർഭുജത്തിൽ അവതരിച്ചപ്പോ അത് കഴിഞ്ഞൊരു കുട്ടി, ഒരു കുഞ്ഞു വാവയുടെ ഫോം ആയപ്പം ദേവര് കുഞ്ഞിനെ എടുക്കുന്നുണ്ട്. ആ സമയം ഇവരുടെയും ദേവകിയുടെയും പുത്രനാണ്. കാരണം ആ കുഞ്ഞിനെ ഒരു അച്ഛൻ എങ്ങനെയാണോ എടുക്കുന്നത് അതേപോലെയാണ് വസുദേവർ എടുക്കുന്നത്. ആ സമയത്ത് അവർക്ക് അത് ഭഗവാനാണ്, അല്ലെങ്കിൽ അത് ഈ ലോകത്തിന്റെ മുഴുവൻ കർത്താവാണ് എന്നൊന്നും അവരവിടെ ആലോചിക്കുന്നില്ല. അവരെ സംബന്ധിച്ച് ഭഗവാൻ അവരുടെ കുട്ടിയാണ്. എന്നാൽ ഇവിടെ നേരെ തിരിച്ച് വരാണെങ്കിൽ അതേ സമയത്ത് ഗോകുലത്തിലും ഭഗവാൻ ജനിക്കുന്നുണ്ട്. അവിടെ ഭഗവാൻ ജനിക്കുകയാണ് ചെയ്യുന്നത്. യശോദാ മാതാവിന്റെ വയറ്റിൽ നിന്നും ഭഗവാൻ അവിടെ ജനിക്കുന്നുണ്ട്. അപ്പൊ വസുദേവര് വന്ന് യോഗമാതാവിനെ എടുത്തിട്ട് വസുദേവ ശ്രീകൃഷ്ണനെ അവിടെ വെക്കുകയാണ്. അപ്പോ ആ സമയത്ത് യശോദാ മാതാവിന് ഓർമ്മയില്ല. യശോദാ മാതാവ് ഉറങ്ങുന്ന, ക്ഷീണിച്ച് വളരെ തളർന്ന് അങ്ങനെ കിടക്കുകയാണ്. യോഗമാതാവിനെയും കൊണ്ട് വാസുദേവര് തിരിച്ച് കാരാഗ്രഹത്തിൽ പോകണം. പിന്നെ അവിടെ നടക്കുന്ന കഥകളൊക്കെ നമുക്കറിയാം. പിന്നെ അത് കഴിഞ്ഞ് കംസൻ എണീക്കുന്നതും, കംസനാണെങ്കിൽ കുട്ടീനെ വന്ന് ഉപദ്രവിക്കാൻ വേണ്ടി പോകുന്ന പെൺകുട്ടിയാണെന്ന് അറിഞ്ഞിട്ട് പോലും അവരെല്ലാവരും, ദേവകി മാതാവ് അവിടെ കരഞ്ഞു വിളിച്ചിട്ട് പോലും അതൊന്നും കേൾക്കാതെ കുട്ടീനെ എടുത്ത് എറിയുന്നുണ്ട്. ആ സമയത്ത് യോഗമാതാവായിട്ട് വരുന്നുണ്ട്. ആ കഥകൾ നമുക്കറിയാം. അതിനി പറയേണ്ട ആവശ്യമില്ല, നമുക്ക് ആ കഥകളൊക്കെ അറിയാം. പക്ഷെ ഇവിടെ ഇപ്പൊ 2 കൃഷ്ണന്മാരാണ്. യശോദാ മാതാവിന്റെ അപ്പുറത്തൊരു കൃഷ്ണനുണ്ട്, ഇപ്പുറത്തൊരു കൃഷ്ണനുണ്ട്. ഒന്ന് വസുദേവ ശ്രീകൃഷ്ണനാണ്, അത് ഭഗവാൻ ഡയറക്റ്റ്ലി അവതരിച്ചതാണ്. 2 യശോദാനന്ദനാണ്. യശോദാനന്ദൻ എന്ന് പറയുമ്പോൾ ഭഗവാൻ ജനിച്ചതാണ്. അപ്പൊ എന്തിനാണ് ഭഗവാൻ ഈ 2 ഫോം എടുക്കുന്നത്? ഒന്ന്, അതായത് ഭഗവാൻ എന്തുകൊണ്ടാണ് അവതരിക്കുന്നത്, അതേ സമയത്ത് ഭഗവാൻ എന്തുകൊണ്ടാണ് ജനിക്കുന്നത്? യശോദാ മാതാവിനും ദേവകി മാതാവിനും ഭഗവാൻ തന്റെ പുത്രന്മാരായിട്ട് വേണം എന്നുണ്ടായിരുന്നു. 2 മാതാക്കന്മാർ, അവര് എത്രയോ വർഷത്തെ, അല്ലെങ്കിൽ അവർ എത്രയോ ജന്മങ്ങൾ അവരത്രയും ഭഗവാനെ പ്രാർത്ഥിച്ചിട്ടാണ് അവർക്ക് ഭഗവാനായിട്ട് പുത്രനായിട്ട് കിട്ടുന്നത്.